ഹായ്, കാശിയുടെ അനുഭവങ്ങളുമായി ഷബാദ് വീണ്ടും നമ്മളുടെ കൂടെ. അപ്പം നമസ്കാരം. അപ്പോൾ കാശിയുടെ അനുഭവങ്ങൾ എന്താണ്? കാശിയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എങ്ങനെയാണ്? പറയാം. ഓക്കെ, ഇന്നലെ ഞാൻ കാശിയെ കുറിച്ച് ചെറുതായ ഒരു സൂചന തന്നായിരുന്നു അല്ലേ. കാശി ഇതിനു മുമ്പ് ഞാൻ വിസിറ്റ് ചെയ്തായിരുന്നു, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ കാശിയുടെ അനുഭവം, കാശി എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി കാശി ഒരു സ്ഥലമായിട്ടോ ഒരു പ്ലേസായിട്ടോ ഒരു അമ്പലമായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഒരു മിഷൻ, കാശി ഒരു മിഷൻ, നമ്മളുടെ അസ്തിത്വത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിഷനാണ് കാശി. കാശിയുടെ ഓരോ മണൽത്തരികൾക്കും ഓരോ കാറ്റിനും കഥകൾ പറയാനുണ്ട്. അവിടെ ശങ്കരാചാര്യർ പറയുന്നത് പോലെ, ശങ്കരാചാര്യർ നിർവ്വാണ ശതകത്തിൽ പറയുമല്ലോ, ദൈവം എന്താണെന്ന് ശങ്കരാചാര്യർ എക്സ്പീരിയൻസ് ചെയ്ത്, അത് മൊത്തമായിട്ട് ഞാൻ പറയുന്നില്ല, അതിൻ്റെ 4 വരികൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശങ്കരാചാര്യർ എക്സ്പീരിയൻസ് ചെയ്ത് ശങ്കരാചാര്യർ ദൈവത്തെ, പരബ്രഹ്മത്തെ എക്സ്പ്രസ് ചെയ്യുന്ന നമേ മൃത്യുശങ്ക നമേ ജാതി ഭേദ പിതാനൈവ മേനൈവ മാതാന ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അങ്ങനെ പറയുമ്പോൾ ശങ്കരാചാര്യ പറയുന്നത് മരണമാവുന്ന ഭയവും ഒന്നുമല്ല ഞാൻ ദൈവം എന്ന് പറയുന്നത്. പിതാവോ മാതാവോ അല്ല, എനിക്ക് ജന്മവും ഇല്ല, മരണവും ഇല്ല, എനിക്ക് ശത്രുക്കളും ഇല്ല, സുഹൃത്തുക്കളും ഇല്ല, ഗുരുക്കന്മാരും ഇല്ല. ഞാൻ എന്ന് പറയുന്നത് ശുദ്ധമായ ബോധമാണ്, പ്യുവർ കോൺഷ്യസ്നസ്. ശിവോഹം ശിവോഹം, ദാറ്റ് വിച്ച് ഈസ് നോട്ട്, ശൂന്യമായത്. ഇത് തന്നെയാണ് എല്ലാ മതങ്ങളും പറയുന്നത്. അവിടെ മണികർണിക പിന്നെ ഒരു ഘട്ടമുണ്ടല്ലോ, വേറെ ഒന്ന് ഹരിശ്ചന്ദ്രഘട്ട് കണ്ട് ചിലർക്ക് ഭയം വരും, ഈ മണികർണിക ഹരിശ്ചന്ദ്രഘട്ടൊക്കെ. പക്ഷേ ഈ ആത്മാന്വേഷണം നടത്തുന്ന ആളുകൾക്ക് ഇതൊരു എന്താ പറയുക, ആനന്ദമോ അല്ലെങ്കിൽ എന്താ, അവിടുന്നാണ് വിഷ്ണു സ്ഥിതി കഴിഞ്ഞ് അവിടെ സംഹാരമാണ്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ശിവനാണ്. സ്ഥിതി എല്ലാം കഴിഞ്ഞ് അവിടുന്ന് ദേഹം ഉപേക്ഷിക്കലാണ്. അവിടുന്ന് അങ്ങോട്ട് ശിവനിലേക്കുള്ള യാത്രയാണ് അല്ലേ? അതെ, തീർച്ചയായും. നമ്മൾ സ്പിരിച്വലി അല്ല, ഇത് മരണം എന്നുള്ളത് പേടിക്കേണ്ട ഒരു കാര്യമല്ല. അത് മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണമുണ്ട്. അത് ഒരു നാളിൽ പൂർത്തിയാകുന്നേ ഉള്ളൂ. നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏതോ ഒരു ദിവസം പൂർത്തിയാകും. ഒരു കടലാസ്, ഒരു പേപ്പർ നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ ആ പേപ്പർ ചാരമാവുന്നു. ചാരമായി കഴിഞ്ഞാൽ പേപ്പർ ഇല്ലാതെ ആവുന്നുണ്ടോ? ഇല്ല. അത് കരിയായിട്ടോ ആഷസ് ആയിട്ടോ വേറൊരു പരിമാണത്തിൽ അതുണ്ട്, അത് മാത്രം. അതെ, നമ്മൾ ഈ ശരീരം എടുത്തതിൻ്റെ ഒരു പർപ്പസ് കഴിഞ്ഞ് അടുത്ത ഒരു പരിണാമത്തിലേക്ക് മാറുന്നത് മാത്രമാണ്. മരണം എന്നുള്ളത് നമുക്ക് ഭയക്കേണ്ട ഒരു സംഭവമേ അല്ല. അതേപോലെ മരണം, അത് കാശി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അത്രേ ഉള്ളൂ. അവിടെ ഓടി ഇവിടെ ഓടി അവിടെ ഓടി മെൻ്റലി സ്ട്രെസ്ഡായി, അത് ചെയ്ത് ഇത് ചെയ്ത് ജോലി ചെയ്ത് അവിടെ ഓടി. കാശി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇത്രേ ഉള്ളോടോ, കംപ്ലീറ്റ്ലി ഫ്രീ ആവും. ഇത്ര ഉള്ളോടോ നീ, ഇതിനാണ് നീ ഈ ജന്മം മുഴുവനും തലേ കയറ്റി ഓടുന്നത്. ഇത്രേ ഉള്ളൂ. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് ജീവിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും കൂടെ ഫ്രീ ആവും, നമ്മളുടെ ലൈഫ് ഒന്നും കൂടെ ഫ്രീ ആവും. വളരെ സന്തോഷകരമായിട്ട് നമുക്ക് ഈ ലൈഫിനെ ലീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, നമുക്ക് കാശിയിൽ വേറെ എന്തെങ്കിലും ഈ സിദ്ധ പരമ്പരകളൊക്കെ അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാശിയിലെ അനുഭവം പറയുകയാണെങ്കിൽ അവിടെ അഘോരീസ് ആയാലും നാഗ സന്യാസീസ് ആയാലും ഒരുപാട് ആൾക്കാർ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഓതൻസിറ്റി ഉള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഗുരുക്കന്മാർ നമ്മളെ അത്രയും പെട്ടെന്ന് അങ്ങ് അപ്രോച്ച് ചെയ്യില്ല. നമ്മൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ, ഒരു സാധാരണ ഒരാൾക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് നമ്മൾക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് ഫസ്റ്റ് നമ്മൾ ചെക്ക്. പിന്നെ അതുമല്ല, ഈ നല്ലതും ചീത്തതുമായ പലതും കാശിയിൽ കാണാം.
കാശിക്ക് അതിൻ്റെതായ വൃത്തികേടുണ്ട്. നല്ലത് ഞാൻ ഏതോ ഒരു റീൽസിൽ കണ്ടിട്ട് കാശിക്ക് അതിൻ്റെതായ വൃത്തിയുണ്ട്. ബിക്കോസ് അത്രയും ആൾക്കാർ ഗ്യാദർ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ അതെ അവിടെ കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് അനിമൽസ് മാത്രമാണെങ്കിൽ അത്ര വൃത്തികേടാവില്ലായിരുന്നു അത്. പക്ഷേ നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമുക്ക് നമ്മളുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാശിക്ക് അതിൻ്റെതായ വൃത്തികേടുകളുണ്ട്, അത് സമ്മതിക്കും. പക്ഷെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആത്മാവിനെ തിരഞ്ഞെടുക്കണ്ട, നിങ്ങൾ അവിടെ പോയി ഒന്ന് ഇരുന്നാൽ മതി. ഒന്ന് എല്ലാം മാറ്റിവെക്കൂ. കുറച്ചു നേരം കാശിയായിട്ടൊന്ന് അടുക്കാൻ ശ്രമിച്ചാൽ മതി. ഡോർസ് വിൽ ഓപ്പൺ, വാതിലുകൾ നിങ്ങളിൽ തുറക്കപ്പെടും. ഇതെൻ്റെ പേഴ്സണലായിട്ട് അനുഭവമാണ്. ഓരോരുത്തർക്കും ഓരോരോ അനുഭവമായിരിക്കും. എൻ്റെ കാശിയുടെ അനുഭവമാണ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഓക്കെ, വേറൊരു കാഴ്ചപ്പാടുമായി, വേറൊരു എന്താ പറയുക, വേറെ ഒരു അനുഭവമായി, വേറൊരാളുമായി, അല്ലെങ്കിൽ ഇയാൾ തന്നെയായി, ഈ ആചാര്യനുമായി നമുക്ക് കാണാം. ഈ ആചാര്യൻ നല്ലൊരു ആചാര്യസ്ഥാനത്ത് എത്തട്ടെ. ഇപ്പോഴും ഒരു ആചാര്യനാണ്. ചെറിയൊരു യോഗയുടെ സംരംഭം വയനാട്ടിൽ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലയം യോഗശാല, അത് സുൽത്താൻ ബത്തേരി റീജിയനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് യോഗയുമായിട്ട് ജീവിതത്തെ ഒന്ന് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ എൻഹാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യലി, ഫിസിക്കലി, മെൻ്റലി എല്ലാം നിങ്ങൾക്കൊരു ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലയം യോഗശാലയുമായി ബന്ധപ്പെടുക. ജാതി മതം ഇത്തരത്തിലുള്ള ഒരു സംഭവമില്ല, ഓൺലി യോഗ അല്ലേ? ജാതി മതം മതി മനുഷ്യരായി ജീവിക്കാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി മഹേഷ് രാഘവൻ, വയനാട്. ഇതാ ഗംഗയിൽ നിന്നാണ്, ഗംഗയാണ്. ഹര ഹർ മഹാദേവ്. ഹര ഹർ ഗംഗേ.